Hi friends, welcome back to my channel creativespot. Hey friends, നമ്മൾ ഇന്നൊരു വലിയ ബോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 50 ഷീറ്റ് ഉപയോഗിച്ച് ഇന്നലെ രാത്രി ചെയ്തതായിരുന്നു. എൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിരുന്നു, ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ബ്രദേഴ്സും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫോൾഡ് ചെയ്യാനും അതിനൊക്കെ. ഞാനിന്ന് വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. അത് ഒരു സ്പെഷ്യാലിറ്റി വീഡിയോ ആണ്. ഇതുവരെ വീഡിയോയിൽ വോയിസ് ഓവർ കൊടുത്തില്ല, എന്നോട് കുറച്ച് തെറ്റുണ്ടാവും, ക്ഷമിക്കണേ. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇത് 50 ഷീറ്റ് യൂസ് ചെയ്തതിനാൽ ഇത് കുറച്ച് റിസ്ക് ആയിരുന്നു ഇത് ഫോൾഡ് ചെയ്യാനൊക്കെ. അത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബ്രദേഴ്സും ഹെൽപ്പിനുണ്ടായിരുന്നു കൂടെ. ഇത് രാത്രി ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുത്തതാണ്. പിന്നെ ഞാനൊരു സ്മോൾ പേപ്പറിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട് എങ്ങനെയാണ് വേണ്ടിയെന്നൊക്കെ. ഇപ്പോൾ നമ്മളൊരു കോൺ പോലെ മടക്കായിരുന്നു. പക്ഷേ ഇത് കറക്റ്റ് ലെവലിലൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, കറക്റ്റ് ലെവലിൽ കൊണ്ടുതരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ സ്മോൾ പേപ്പറിൽ ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ലായിരുന്നു, നല്ല ടഫായിരുന്നു. കുറേ നേരം കഷ്ടപ്പെട്ട് ചെയ്തതാണ്. ഇപ്പം 4 മിനിറ്റ്സിൽ ഞങ്ങൾ കാണുന്നതേ ഉള്ളൂ. 3 hours 4 hours എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ തന്നെ. പിന്നെ കണ്ടില്ലേ, ഇങ്ങനെ കോണായിട്ട് ഫോൾഡ് ചെയ്തു. ഇപ്പോൾ ഇതിന് എക്സസ് വരുന്ന ഒരു ഭാഗത്താണ് ഫോൾഡ് ചെയ്യാനുള്ളത്. കണ്ടില്ലേ, ആ ഒരു ഭാഗത്ത് ഫോൾഡ് ചെയ്യുമ്പോൾ കുറച്ച് എക്സസ് വെക്കണം. കാരണം ബോട്ട് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ചെറിയ ബോട്ട് ഉണ്ടാക്കി കളിച്ചതാണല്ലോ, ഞാനെടുക്കും അങ്ങനെ കളിച്ചതാണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിരിക്കും ഇത് ചെയ്യാൻ. ഇതിപ്പോൾ ബോട്ട് ചെറുപ്പത്തിൽ ചെയ്യാൻ അറിയാത്തവർക്ക് നല്ല ടഫായിരിക്കും. എനിക്ക് വലിങ്ങനെ അറിയില്ല, എൻ്റെ ബ്രദേഴ്സിന് അറിയണം. ബ്രദേഴ്സ് കുറച്ച് പറഞ്ഞു അങ്ങനെയാണെന്നൊക്കെ. ഇതിപ്പോൾ നമ്മൾ തിരിച്ചിടാണ്. എന്തിന് അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാൻ. തിരിച്ചിടേണ്ട ആവശ്യമില്ല. കണ്ടില്ല, ഇവിടെയൊക്കെ പേപ്പർ ഇത് ജോയിൻ്റ് നമ്മൾ ഫോൾഡ് ചെയ്ത് വിട്ടുപോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുഴപ്പമുണ്ടായിരുന്നു. ഫോൾഡ് ചെയ്യേണ്ട തിരിച്ചിടേണ്ട, അങ്ങനെ തന്നെ ഫോൾഡ് ചെയ്യാമായിരുന്നു. അങ്ങനെ തന്നെ ഫോൾഡ് ചെയ്യാമായിരുന്നു. പക്ഷേ നമുക്ക് അത് ഇതായതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടാണെന്ന് തോന്നിയപ്പം തിരിച്ചിട്ടതാണ്. അപ്പോൾ നമ്മളിത് ഫോൾഡ് ചെയ്യാണ്, കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഫോൾഡ് ചെയ്ത് നോക്കുകയാണ്. അവിടെയൊക്കെ ഇങ്ങനെ കുറുങ്ങി പിടിച്ചിരിക്കുകയായിരുന്നു. കുറച്ച് ടഫായിരുന്നു ചെയ്യാൻ തന്നെ. പിന്നെ നോക്കുകയാണെങ്കിൽ 50 ഷീറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്തായിരുന്നു, ഞാനൊരു വീഡിയോ കണ്ടിട്ട് യൂട്യൂബിൽ 12 ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ അതിന് കുറച്ച് വലുപ്പം കൂട്ടാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് 50 ഷീറ്റ്സ്. എന്തൊക്കെ ആവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ വീഡിയോ ഒന്ന് ചെറുങ്ങനെ കട്ട് ചെയ്ത്, കാരണം കുറച്ച് ടഫായപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ്. എൻ്റെ ഫാദറും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം പപ്പയും വന്ന് ഹെൽപ്പ് ചെയ്ത് ഇപ്പോൾ സ്മോൾ പേപ്പറിൽ ചെയ്ത് നോക്കുകയാണ്. നല്ല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ചെയ്യണമെന്ന് തന്നെ. പിന്നെ ഫാദറൊക്കെ വന്ന് പറഞ്ഞു തന്ന് ഇങ്ങനെ മറിച്ചതാണെന്നൊക്കെ. അപ്പോൾ ഞാൻ അതിലങ്ങനെ പോയി. പിന്നെ ഇത് ഇങ്ങനെ എടുത്തു. ഇതൊക്കെ വീഡിയോ കട്ട് ചെയ്ത് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. 4 മിനിറ്റ്സിന് ഞങ്ങൾ കാണാനാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുത്തത്. നമ്മളത് മടക്കണം അവിടെ ഒരു ഷീറ്റിൽ. ഇപ്പോൾ നമ്മൾ തിരിച്ചിടാണ്. അപ്പോൾ തിരിച്ചിടണം. അപ്പോൾ തിരിച്ചിടാണ്. ഭാഗത്ത് നോക്കാനും ഫോൾഡ് ചെയ്യാനും. ഇത് തിരിച്ചിടുന്ന കുറച്ച് ടഫായിരുന്നു, കാരണം നമ്മൾ ഫോൾഡ് ചെയ്തൊക്കെ റീഫോൾഡായി പോകുന്നുണ്ട്. അതായത് തിരിച്ച് അതിൻ്റെ ഭാഗത്ത് പോകുന്നുണ്ട്. ഇത് 50 ഷീറ്റാണ് യൂസ് ചെയ്തുകൊണ്ട് പപ്പ ഉപയോഗിക്കും. ഇത് ഫ്ലെക്സ് പോലുണ്ടല്ലോ. ഫൈനലി നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തു. അപ്പം ബോട്ടിൻ്റെതായി. അപ്പോൾ പപ്പ പറഞ്ഞ് ഇതിങ്ങനെ സെറ്റ് ചെയ്തോ. സൈഡിൽ ബ്രദേഴ്സ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.